വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്ന 7th സ്റ്റാൻഡേർഡിൻ്റെ ഒരു പാഠമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കോളാം. ഈ പോയം 2 പേര് ചേർന്നിട്ട് എഴുതിയതാണ്. സൈമൺ ആൻഡ് ഗാർഫങ്കേൽ എന്ന് പറയുന്ന ഒരാളും കൂടി ചേർന്ന് എഴുതിയതാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ, എ ബ്യൂട്ടിഫുൾ പോയം ബൈ സൈമൺ ആൻഡ് ഗാർഫങ്കൽ. This poem expresses themes of support. The poet says that if there is any difficult situation happens in our life, there is someone will come to help us. It reminds us that we are not alone. Times get rough. Okay, അത് അർത്ഥമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ ആരെങ്കിലും സഹായിക്കാൻ വരും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് തോന്നും. അതാണ് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ. അതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ചെറുതായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് കവിത നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നോക്കിക്കോ. ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? അതായത് നമുക്ക് എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ ഇതെന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കാം? നമ്മൾ അവരോട് കൂടുതൽ മിണ്ടുക, അവർക്ക് സന്തോഷം വരുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക അല്ലേ. അവരുടെ ഡിഫിക്കൽട്ടീസിൽ നമ്മൾ കൂടെ നിൽക്കുക, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ്. ഇതും പറഞ്ഞ് ചെന്നങ്ങ് കൂടെ നിന്ന് അങ്ങ് വേർപ്പിക്കാനല്ല. ഓക്കെ, ഹൗ ഡു യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രസ്? ഡിസ്ട്രസ് മീൻസ് കഠിനമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുക? എന്നെ ഇന്നേ വരെ അങ്ങനെ ആരും ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ കൂടെ നിൽക്കും. ഓക്കെ, ന്യായത്തിൻ്റെ കൂടെ നിൽക്കും. ആരുടെയാണോ ശരി അങ്ങനെ നിൽക്കും. ഓക്കെ, വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്? നിങ്ങൾക്ക് എപ്പോഴായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് വരിക? ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഹോംവർക്കൊക്കെ ചെയ്യുന്ന അതൊക്കെ സിമ്പിൾ സാധനം. നമ്മളെപ്പോഴെങ്കിലും പെട്ടെന്നൊരു പ്രശ്നത്തിൽ പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ വണ്ടി വഴിയിൽ വെച്ചിട്ട് സ്റ്റക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഒരു എൻജിനീയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്ഫുൾ ആയിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലെറ്റ് us sing a song. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. അതായത് നമ്മുടെ വളരെ അധികം ഇങ്ങനെ ഇളകി മറിയുന്ന ഒരു പുഴ, ഒരു വെള്ളത്തിന് മുകളിലൂടെയുള്ള പാലം, അതാണ്. ഓക്കെ, ഈ പാലം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയാണ്. അതുപോലെ തന്നെ ഇളകി മറിയുന്ന വെള്ളം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രശ്നത്തിൽപ്പെട്ട നമ്മളെയുമാണ്. ഓക്കെ, അടുത്തതായിട്ട് നോക്കാം. അപ്പം നമ്മൾ കവിതയിലോട്ട് കിടക്കണം. വെൻ യു ആർ വെരി feeling small, when tears are in your eyes, I will dry them all. I am on your side. Oh, when times get rough and friends just can't be found. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, നിങ്ങൾ ചെറുതായി തോന്നുമ്പോൾ, അതായത് നിങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നുമ്പോൾ എന്താണ്, നിന്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ ഞാൻ തുടച്ചു നീക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ കവി ഒരു ഫ്രണ്ടായിട്ടാണ് പറയുന്നത്. നീ ഒറ്റപ്പെടുമ്പോൾ, നീ കരയുമ്പോൾ, നീ ഒന്നുമല്ലെന്ന് നിനക്ക് തോന്നുമ്പോൾ ഞാൻ നിന്റെ കണ്ണുകളിലെ കണ്ണുനീരിനെ തുടച്ചു നീക്കും. ഐ ആം ഓൺ യുവർ സൈഡ്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ്. അതായത് ചില സമയത്ത് കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയമാവുമ്പോൾ നമുക്ക് അന്നേരം ഫ്രണ്ട്സിനെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാൺ ബി ഫൗണ്ട്. എന്താണ്, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ദ ട്രബിൾഡ് വാട്ടർ. എങ്ങനെയാണ്, അപ്പൊ ഇനി പറയുന്നത് എങ്ങനെയാണ് അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പം ഓക്കെ, ഇതാ നോക്കാം. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു കഠിനമായ ഒരു നല്ല ഒഴുക്കുള്ള വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു പാലം പോലെ. ലൈക്ക് എന്ന് പറയുന്നുണ്ട്. എന്താണ്, അപ്പം പാലം പോലെ. ഐ വിൽ ലേ മീ ഡൗൺ. ഞാൻ നിനക്ക് കിടന്നു തരും. ഇങ്ങനെ പാലം പോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു റോക്കുണ്ട്, ഇവിടെ ഒരു റോക്കുണ്ട്, അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ കടന്നു തരും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ
ട്രബിൾഡ് വാട്ടർ നമ്മൾ പറഞ്ഞു. ഐ വിൽ ലേ മീ ഡൗൺ, അതും നമ്മൾ പറഞ്ഞു. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, എന്താണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. നിങ്ങളൊരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെ ഞാൻ നിങ്ങളെ സഹായിക്കും, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ഫ്രണ്ട്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ച് കഠിനമായ ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല, അതുകൊണ്ട് അങ്ങനെ എനിക്ക് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുള്ളത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെയാണ്. അത് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ച 2 കൊല്ലമൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ എന്താ പറയുക, ഞാൻ ആ സ്കൂൾ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, നിങ്ങൾ കണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ. ബൈ.